ഹലോ, നമസ്കാരം. പ്രിയാമ്പിൾ എന്നൊരു ടോപ്പിക് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ ടോപ്പിക്കിന്റെ സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് പാർട്ടാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ക്ലാസ് ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പ്ലേസ് ചെയ്തേക്കാം. അതൊന്ന് കൃത്യമായിട്ടും കണ്ടിരിക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ 3 ഘട്ടത്തിലും എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം. അതിന്റെ ബേസിക് കാര്യങ്ങളും റാങ്ക് മേക്കിംഗ് പോയിന്റ്സും ഇപ്പൊ PSC ചോദിക്കുന്ന പുതിയ ചോദ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയാമ്പിളിലെ കീവേഡ്സ് ആണ്. ഇപ്പം ഇന്റഗ്രിറ്റി, സെക്യുലാരിസം, ഫ്രട്ടേണിറ്റി, ലിബർട്ടി, ഇക്വാളിറ്റി, ഈ വാക്കുകൾ എന്താണെന്നാണ് ഇപ്പൊ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്ത്. അപ്പൊ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ക്ലാസിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ ഇന്ന് എടുക്കുന്നതാണ്. കുറെ കൺഫ്യൂസിങ് ഫാക്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഉദാഹരണത്തിന്, സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിളിക്കുന്ന എന്തിനെയാണ്? ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹൃദയവും ആത്മാവും എന്ന് വിളിക്കുന്ന എന്തിനെയാണ്? രണ്ട് സംഭവങ്ങളാണ്. അല്ലെങ്കിൽ പ്രിയാമ്പിളിനെ കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത് ആരാണ്? കീ നോട്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത് ആരാണ്? കുറെ കൺഫ്യൂസിങ് ഫാക്ടുകളുള്ള സെക്ഷനാണിത്. പക്ഷേ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് ഇപ്പം ക്ലിയർ ആയി കൈയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഈ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. വേൾഡ് ഇൻഇക്വാലിറ്റി റിപ്പോർട്ട് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ആരംഭിക്കേണ്ടത് ലിബർട്ടി, അല്ലെ? ലിബർട്ടി എന്ന് പറയുന്ന പ്രിയാമ്പിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കീവേഡിന്റെ ഡിസ്കഷൻ വെച്ച് നമുക്ക് തുടങ്ങാം. ഇവിടെ UPSC ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, PSC ഇവിടുന്ന് ചോദ്യങ്ങൾ വരും. നമുക്ക് അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, PSC പരീക്ഷകൾക്ക് പലപ്പോഴും ശരി ഉത്തരങ്ങൾ പല ചോദ്യത്തിനും കാണാറില്ല. പക്ഷെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം, തമ്മിൽ ഭേദപ്പെട്ട ഒരു ഉത്തരം കാണും. ആ മെന്റാലിറ്റിയിൽ പഠിക്കുക. പ്രത്യേകിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ ഡോക്യുമെന്റ് ആണ്. അതിന് പല വ്യാഖ്യാനങ്ങളും കാണും. നിങ്ങൾ എക്സാം ഹോളിൽ ഇരുന്ന ഓപ്ഷൻസ് 4 ഓപ്ഷൻസിൽ എല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ എല്ലാം ശരിയാണ്, ഇപ്പൊ ചോദ്യം ക്യാൻസൽ ആവും എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കരുത് എക്സാമിനറുമായിട്ട്. നമുക്ക് മാർക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ കാണും, അത് കുത്തുക, മാർക്ക് വാങ്ങിക്കുക, റാങ്ക് അടിക്കുക, ജോലി കയറുക. അതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ആ ഒരു രീതിയിൽ ഇപ്പം നിങ്ങളുടെ തലച്ചോറ് ട്യൂണായി വരുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ലിബർട്ടി. ലിബർട്ടി, അല്ലെ? ഏത് രാജ്യത്ത് നിന്ന്, അല്ലെങ്കിൽ ഏത് റെവല്യൂഷനിൽ നിന്നാണ് ലിബർട്ടി എന്നൊരു ഐഡിയോളജി ഇന്ത്യൻ പ്രിയാമ്പിളിലേക്ക് വന്നത്? യെസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി ഒക്കെ ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. അപ്പൊ എന്താണ് ലിബർട്ടി എന്ന് പറഞ്ഞ വാക്കിനർത്ഥം? പൊതുവെ പറയാറുണ്ട് സ്വാതന്ത്ര്യം, അല്ലെ? ലിബർട്ടി എന്ന് പറയുന്നത് മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്ത് നമ്മുടെ ലിബർട്ടി അവസാനിക്കുന്നു എന്ന് പറയാറുണ്ട്. ഭരണഘടന നമുക്ക് എല്ലാവർക്കും ലിബർട്ടി ഉറപ്പുവരുന്നുണ്ട്. പ്രിയാമ്പിളിനകത്തുണ്ട്, ആർട്ടിക്കിൾ 21 ഉണ്ട്. പക്ഷെ ലിബർട്ടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തും കാട്ടിക്കൂട്ടാനുള്ള ഒരു അവകാശം ഉണ്ടോ? ഇല്ല. എക്സാക്ട്ലി, ലോഹിത് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, റീസണബിൾ റെസ്ട്രിക്ഷൻ. ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഉണ്ട്, ലിബർട്ടിയിലും റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലിബർട്ടി എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ലിബർട്ടി മീൻസ് ദ ആബ്സെൻസ് ഓഫ് റീസ്ട്രെയിൻസ്. റീസ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇപ്പൊ നിങ്ങൾ റീസ്ട്രെയിൻ ചെയ്ത് വെക്കുക, നിങ്ങളുടെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അർത്ഥം. ലിബർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശമാണ്. നമ്മളെ ആരും റീസ്ട്രെയിൻ ചെയ്യാനില്ല. നമ്മുടെ കൈയും കാലും ഒന്നും ആരും കെട്ടിയിട്ടിട്ടില്ല, വാ മൂടി വെച്ചിട്ടില്ല. റീസ്ട്രെയിൻ ഓൺ ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ലിബർട്ടി. ഫ്രാൻസിൽ നമ്മൾ കണ്ടതാണ്, ലൂയി രാജാക്കന്മാർ, അല്ലെങ്കിൽ അവിടുത്തെ ബർബൺ ഡൈനാസ്റ്റി എല്ലാവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കുകയും ആർക്കും ഒന്നും ചെയ്യാനുള്ള അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് വിപ്ലവം സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലിബർട്ടി എന്ന് പറയുന്നത് ഒരു പീസ്ഫുൾ സൊസൈറ്റിക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ലിബർട്ടിയുടെ മറ്റൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ്. ഒരു വ്യക്തിക്ക് അവന്റെ വ്യക്തിത്വത്തെ ഒരു 360 ഡിഗ്രി ലെവലിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അത് എക്കണോമിക്കൽ ഓപ്പർച്യൂണിറ്റീസ് ആവാം, പൊളിറ്റിക്കൽ ആവാം, കൾച്ചറൽ ആവാം. ഒരു വ്യക്തിക്ക് അവനവനെ നന്നാക്കാൻ വേണ്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് ലിബർട്ടി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഇതാണ് തിയറി. തിയറി പഠിച്ചിട്ട് നമുക്കത് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. UPSC വന്നൊരു ചോദ്യം ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് 2019 സിവിൽ സർവീസസിൽ വന്ന ഒരു ചോദ്യം. ചോദ്യം എന്താണ്? ഇന്ത്യൻ പൊളിറ്റിയിൽ
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അക്സെപ്റ്റഡ് ആസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡെഫിനിഷൻ ഓഫ് ലിബർട്ടി? നിങ്ങൾ വാക്ക് ശ്രദ്ധിച്ചോ, അപ്രോപ്രിയേറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, കറക്റ്റ് എന്നല്ല. കഴിഞ്ഞ LSGS മെയിൻസ് പരീക്ഷയിൽ എത്ര ചോദ്യങ്ങൾ ഇങ്ങനെ വന്നതെന്നറിയോ? ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ, അല്ലെ? ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ഇല്ല ആ ചോദ്യത്തിന്. ഉദാഹരണത്തിന് ഈ ചോദ്യത്തിനകത്തും നമ്മൾ തൊട്ടു മുമ്പേ പഠിച്ചതാണ്. ലിബർട്ടി എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് റീസ്ട്രെയിൻ ആണെന്നും ലിബർട്ടി എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് വൺ സെൽഫ് ഫുള്ളി ആണെന്നും നമ്മൾ നേരത്തെ തൊട്ടുമുമ്പ് പഠിച്ചതാ. ഇവിടെ ഓപ്ഷൻസിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് നിങ്ങൾ ചൂസ് ചെയ്യും? പക്ഷെ ഏതിന് ഒരെണ്ണത്തിനെ കറക്റ്റ് ആവാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ PSC യിലാണെങ്കിൽ ഈ ചോദ്യം എല്ലാവരും കൂടെ ചലഞ്ച് ചെയ്ത് PSC ടെൻഷൻ അടിപ്പിച്ച് ചോദ്യം ക്യാൻസൽ ആയേനെ. UPSC-യിലും ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്, പക്ഷെ UPSC ക്യാൻസൽ ആക്കാറില്ല. മനസ്സിലായോ? ഇതിനൊരു ശരി ഉത്തരവുണ്ട്. നിങ്ങളാണ് എക്സാം ഹോളിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഏത് ഉത്തരം ചൂസ് ചെയ്യും? രണ്ടും ശരിയാ. അപ്രോപ്രിയേറ്റ് ആൻസർ, തമ്മിൽ ഭേദം തൊമ്പൻ തുറന്ന ആൻസർ ഏതാ? എക്സാക്ട്ലി. ഇതിന് പകുതി ആൾക്കാരുടെ ആൻസർ ശരിയായിട്ടുണ്ട്, പകുതി ആൾക്കാരുടെ ആൻസർ തെറ്റായിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വേണം ചൂസ് ചെയ്യാൻ. ഒരു സംശയം, ഇവിടെ ആബ്സെൻസ് ഓഫ് റീസ്ട്രെയിൻ എന്ന് പറയുന്നതാണോ അതോ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് വൺ സെൽഫ് ഫുള്ളി എന്ന് പറയുന്നതാണോ ഏറ്റവും വലിയ കോൺസെപ്റ്റ്? ആബ്സെൻസ് ഓഫ് റീസ്ട്രെയിൻ മീൻസ് ഒരാൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് വൺ സെൽഫ് ഫുള്ളി എന്ന് പറയുമ്പോഴത്തേക്കും അവനെ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും വലിയ കോൺസെപ്റ്റ്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസ്ട്രെയിനിന്റെ ആബ്സെൻസിനെ പറ്റി മാത്രമാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് വൺ സെൽഫ് ഫുള്ളി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഇതും വരത്തില്ല, ഇത് ഇൻക്ലൂഡഡ് അല്ലേ? ഇതിന്റെ ഈ ഓപ്ഷൻ ഡിയുടെ സ്കോപ്പ് ഓപ്ഷൻ ബിയെ കാട്ടി എത്രയോ വലുതാ, 10 മടങ്ങ് വലുതാ. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്കോപ്പ് ഉള്ള ഓപ്ഷൻസ്, ഒരു ഓപ്പൺ എൻഡഡ് ഓപ്ഷൻ ഏതാന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് അതിനൊരു ടാക്ടിക്സ് മനസ്സിലായോ? രണ്ടും ശരിയാണ്. പക്ഷെ ഒരു വ്യക്തിക്ക് അവനെ ശരിക്കും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവന് റീസ്ട്രെയിൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഓപ്ഷൻ ഡി ശരിയാണെങ്കിൽ ബി ഓട്ടോമാറ്റിക് ആയിട്ട് എന്നത് ശരിയായിക്കോളും. പക്ഷെ ഡിയുടെ സ്കോപ്പ് ബിയെ കാട്ടിയും എക്സ്ട്രീംലി ഹൈ ആണ്. ഇങ്ങനെ വേണം നമ്മൾ പരീക്ഷയ്ക്ക് ഉത്തരം കണ്ടെത്താൻ. നിങ്ങൾക്ക് ഈ ഒരു അപ്രോച്ച് ഇപ്പൊ ക്ലിയർ കട്ടഡ് മനസ്സിലായോ? അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് ചൂസ് ചെയ്യേണ്ടത്, ശരി ഉത്തരമല്ല. പല ചോദ്യത്തിനും ശരി ഉത്തരം കാണത്തില്ല. അത് ക്വസ്റ്റ്യൻ ഇട്ട ആളുടെ പ്രശ്നമോ ക്വസ്റ്റ്യൻ തെറ്റായോണ്ടോ അല്ല, ആ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത് നമ്മുടെ അനലിറ്റിക്കൽ എബിലിറ്റിയാണ്. സെറ്റാണ്. ഇപ്പം പ്രാക്ടിക്കൽ സെൻസിൽ പഠിക്കുന്ന ഓരോ പോയിന്റും പണ്ഡിതനാവാനോ പണ്ഡിതയാവാനോ പഠിക്കാതെ മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം. അപ്പോ ഇവിടുന്ന് വന്നിട്ടുള്ള ചോദ്യം അതാണ്. ഇനി PSC-യിൽ ഇത്തരം ചോദ്യങ്ങളുടെ ഒരു ചാകരയാണ് വരാൻ പോകുന്നത്. LSGS മെയിൻസിൽ ധാരാളം ചോദ്യങ്ങൾ അപ്രോപ്രിയേറ്റ് ആൻസർ കണ്ടെത്താൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത ചില പ്രധാനപ്പെട്ട പോയിന്റ്സിലേക്ക് പോവാം. ലിബർട്ടി ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയാമ്പിളിൽ ഏതൊക്കെ തരത്തിലുള്ള ലിബർട്ടിയെ പറ്റിയാണ് പറയുന്നത്? വളരെ സ്പെസിഫിക് ആ പ്രിയാമ്പിളിലെ വേർഡിങ്സ്. പ്രിയാമ്പിൾ സെക്യൂർസ് ടു ഓൾ ഓഫ് ഇറ്റ്സ് സിറ്റിസൺ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, അല്ലെ? ഇത് നമ്മൾ പ്രധാനമായിട്ട് എവിടെ കാണുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്താണ്. ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ പറ്റി നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റിനകത്താണ്. ആർട്ടിക്കിൾ 19-നകത്തും 25-നകത്തും 26-നകത്തും ഒക്കെ ഇതിനെപ്പറ്റി പറയുന്നത്. നമ്മൾ അതിനെപ്പറ്റി പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ എലമെന്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സിലുണ്ട്. PSC-യുടെ ലേറ്റസ്റ്റ് ട്രെൻഡ് നിങ്ങൾ അനലൈസ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് എന്താണ്? ഫ്രട്ടേണിറ്റി, സാഹോദര്യം എവിടൊക്കെയാണ് കാണുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ, പ്രിയാമ്പിളിൽ കാണുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കാണുന്നുണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ കാണുന്നുണ്ട്, DPSP-യിൽ കാണുന്നുണ്ട്, കുറെ സ്ഥലത്ത് കാണുന്നുണ്ട്. അതുപോലെ അടുത്ത ചോദ്യം എന്താ വരാൻ പോകുന്നത്? ലിബർട്ടി എവിടെയൊക്കെയാണ് കാണുന്നത്? പ്രിയാമ്പിളിൽ കാണുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കാണുന്നുണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ കാണുന്നുണ്ട്, DPSP-യിൽ കാണുന്നുണ്ട്. അതൊരു ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ചോദ്യങ്ങൾ അവർ എങ്ങനെ വളഞ്ഞു കുത്തി ചോദിച്ചാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോ വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസിൽ ചിന്തിക്കാം. It is very essential for the successful function of Indian democratic system. Not only Indian democratic system, any democracy in the whole world can thrive only on the fertile land of liberty. ഇപ്പം അമേരിക്ക ഇത്രയും ഒരു ഡെവലപ്ഡ് കൺട്രി ആവാനുള്ള മെയിൻ റീസൺ എന്താ? അമേരിക്ക, കാര്യം അവിടുത്തെ ആൾക്കാർക്ക് അത്രയും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം മറ്റൊരു സംശയം, ഗലീലിയോ എന്ന് പറയുന്ന വ്യക്തി ന്യൂട്ടനേക്കാൾ മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷെ ഗലീലിയോയെ കൊല്ലുമായിരുന്നു, അല്ലെ? ന്യൂട്ടനെ അവിടുത്തെ ഗവൺമെന്റ് ഒരു രാജാവിനെ പോലെ വാഴിക്കുമായിരുന്നു. കാര്യം ഗലീലിയോ ജനിച്ചത് ഇറ്റലിയില്ല. അവിടെ ആർക്കും വലിയ സ്വാതന്ത്ര്യമില്ല അന്നത്തെ കാലത്ത്. പോപ്പാണ് എല്ലാം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗലീലിയോ കൂടുതൽ കണ്ടെത്തൽ ഡിസ്കവറീസ് നടത്തുന്നതിന് മുമ്പ് തന്നെ ഗലീലിയോ തട്ടി. പക്ഷെ ന്യൂട്ടൻ ജനിച്ചത് ഇംഗ്ലണ്ടിലാണ്. ശ്രദ്ധിക്കണം, ഗ്ലോറിയസ് റെവല്യൂഷൻ നടന്ന ഇംഗ്ലണ്ടില്.
അപ്പം റെവല്യൂഷന് ശേഷം ഇംഗ്ലണ്ടിൽ എല്ലാവർക്കും കുറച്ചും കൂടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ന്യൂട്ടൺ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ഇത്രയും കണ്ടെത്തലുകൾ നടത്താൻ പറ്റുന്നത്, ഗ്രാവിറ്റിയെ പറ്റി കണ്ടെത്താൻ പറ്റുന്ന അത്രയും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ്. ന്യൂട്ടൺ ഇറ്റലിയിലാണ് ജനിച്ചിരുന്നെങ്കിൽ പ്രായപൂർത്തിയാവുന്നതിന് ന്യൂട്ടനെ തല്ലിക്കൊന്നേനെ അല്ലെ. എക്സാക്ട്ലി. ഈ ഈ സൂപ്പർസ്റ്റീഷ്യൻസ് അല്ലെങ്കിൽ ഇത് രണ്ടിടത്തും ക്രിസ്ത്യാനിറ്റി അങ്ങനെ മനസ്സിലാക്കണം. ഇറ്റലിയിലും ക്രിസ്ത്യാനിറ്റിയാണ്, ബ്രിട്ടനിലും ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പൊ ഇത് മതത്തിന്റെ പ്രശ്നമല്ല, അധികാരികൾ മതത്തിനെ എങ്ങനെ വളച്ചൊടിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. ഇപ്പൊ ലിബർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഏത് രാജ്യത്തിലും ഡെവലപ്മെന്റ് നടക്കാൻ പറ്റത്തുള്ളൂ. ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. ഇന്ത്യക്കാളും ജനങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഇത്രയും ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറിയത്. നോർത്ത് കൊറിയയിലോട്ട് പോയി നോക്കി, എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടോ? അവിടെ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള വകയില്ല. കാര്യം നമ്മുടെ ഫ്രീഡം ഇല്ല, ലിബർട്ടി ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ് അവിടെ നശിക്കും. നമ്മൾ ഇത് മറക്കല്ലേ, ലിബർട്ടി ഈസ് നോട്ട് ദ ലൈസൻസ് ടു ഡു വാട്ട് എവർ വൺസ് ലൈക്ക്. ലിബർട്ടി എന്തും ചെയ്യാനുള്ള അധികാരമല്ല. എനിക്ക് ലിബർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ പുറത്തിറങ്ങി കുറെ ആൾക്കാരെ വെടിവെച്ച് കൊന്നാലോ, ഞാൻ അവരുടെ ലിബർട്ടിയെ ഹനിക്കുമല്ലേ ചെയ്യുന്നത്. അപ്പൊ ലിബർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താത്ത ഒരു സിസ്റ്റമാണ് ലിബർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയലോഗ് ഇതൊരു തള്ളു ഡയലോഗാണ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു, ഇത് പല രീതിയിൽ തന്നെ വരാൻ പോവാ. ഇറ്റ് ഈസ് നോട്ട് ആബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. ആബ്സല്യൂട്ടിസം എന്താണ്? ആബ്സല്യൂട്ടിസം പരമമായത് അല്ലെ. അതാണ് ഇപ്പൊ ഇന്ത്യയിൽ സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സുപ്രീം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഏറ്റവും ടോപ്പ്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിക്കോട്ടെ, പ്രിയാമ്പിൾ ആയിക്കോട്ടെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിക്കോട്ടെ, അതൊന്നും ആബ്സല്യൂട്ട് അല്ല. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ട് ഇറ്റ് ഈസ് നോട്ട് ആബ്സല്യൂട്ട് ഓർ സാക്രോസാക്ട്. ആബ്സല്യൂട്ട് മീൻസ് തൊടാനൊക്കത്തില്ല. അതാണ് അങ്ങേ അറ്റത്തെ സംഭവം. അതിനകത്ത് പിന്നെ നമുക്ക് മാറ്റം വരുത്താൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ ലിബർട്ടി എന്ന് പറയുന്ന സംഭവം ആബ്സല്യൂട്ട് ഒന്നും അല്ല, ക്വാളിഫൈഡ് ആണ്. അതായത് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് നമുക്ക് അതിന് മുമ്പിൽ കൊണ്ടുവയ്ക്കാം. മനസ്സിലായല്ലോ? ഇപ്പൊ ലിബർട്ടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആബ്സല്യൂട്ട് ലിബർട്ടി അല്ല. ആബ്സല്യൂട്ട് ലിബർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജാക്കന്മാർക്കും അല്ലെങ്കിൽ ഈ ഡിക്റ്റേറ്റേഴ്സ്, സ്വച്ഛാധിപതികൾക്കും ഒക്കെ ഉള്ളതായിരുന്നു ആബ്സല്യൂട്ട് ലിബർട്ടി. തോന്നുന്നത് എന്തും ചെയ്യാം. സോ നെയ്തർ ലിബർട്ടി നോർ ഫ്രറ്റേണിറ്റി, ഇതൊന്നും ആബ്സല്യൂട്ട് അല്ല, എല്ലാം ക്വാളിഫൈഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറഞ്ഞാൽ ശരിയാവൂ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് ആബ്സല്യൂട്ട് ബട്ട് ദേ ആർ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂ? ഈ സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോഴത്തേക്കും തന്നെ എല്ലാവരും ചോദ്യം സ്കിപ്പ് ചെയ്യും. അതിന് ഒരാവശ്യമില്ല. ആബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ് വെച്ച അർത്ഥം അത് പരമമായ ഒരു സാധനമല്ല, അതിനകത്ത് നമുക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സെറ്റ് ആണല്ലോ? ഇതേ സ്റ്റേറ്റ്മെന്റ് പ്രിയാമ്പിളിനെ പറ്റി പറഞ്ഞാലും, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, DPSP, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഏത് പ്രൊവിഷനെ പറ്റി പറഞ്ഞത് ശരിയാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഇതുപോലെ കുറെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ടെംപ്ലേറ്റ്സ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ടോപ്പിക് വരുവാണെങ്കിൽ പോലും ഈ ടെംപ്ലേറ്റിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ആൻസേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കുറുക്ക് വഴികൾ നിങ്ങൾക്ക് മനസ്സിലായോ? കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് നേടുക എന്നുള്ളതാണ് സ്മാർട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജി. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ടോപ്പേഴ്സ് പലരും വരുന്നു, ഒരു വർഷം കൊണ്ട് പഠിക്കുന്നു, ടോപ്പ് റാങ്ക് അടിക്കുന്നു, പോകുന്നു. പണ്ടത്തെ ട്രെൻഡ് മാറി. പണ്ടൊക്കെ വർഷങ്ങളായിട്ട് ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു PSC പാസ്സാവാൻ. ഇപ്പൊ ആ ട്രെൻഡ് മാറിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള പാറ്റേണിൽ പഠിച്ചാൽ 1 വർഷം മതി നല്ലൊരു റാങ്ക് ലിസ്റ്റ്, ഡിഗ്രി ലെവൽ നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കീവേഡ്സിലേക്ക് പോവാം. ലിബർട്ടി കഴിഞ്ഞാലുള്ള കീവേഡ് എന്താണ്? ഇക്വാളിറ്റി ആണ്. ഇക്വാളിറ്റി കഴിഞ്ഞാലോ ഫ്രട്ടേണിറ്റി. ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്നാണല്ലോ പറയുന്നത്. ഇക്വാളിറ്റി എന്താ നോക്കാം. തുല്യത, ഇക്വാളിറ്റി. നമ്മൾ ഈ ടോപ്പിക്കില് ആർട്ടിക്കിൾ 14 വെച്ചിട്ട് ടെലിഗ്രാമിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓഡിയോ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, മൈക്രോ ക്ലാസ് ആയിട്ട്. ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആ ക്ലാസ്സസ് എല്ലാവരും അറ്റൻഡ് ചെയ്തിരുന്നോ? നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവിടുന്ന് ഒരു ചോദ്യം വരും. ഇക്വാളിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിന് വളരെ ഡീപ്പായിട്ട് നമ്മളോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാർ ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ഡെയിലി അവിടെ മൈക്രോ ക്ലാസ്സുകൾ, മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് മൈക്രോ ക്ലാസ്സുകൾ വരുന്നുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാര്യം ഇത് തുല്യത എന്നാണ് ഇതിന്റെ മീനിങ്. തുല്യത അല്ലെ? തുല്യത എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ്. ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റിക്കും, പണക്കാരനായിക്കോട്ടെ പാവപ്പെട്ടനായിക്കോട്ടെ, അവർക്ക് ഒരു പ്രത്യേക എന്താ പറയാ പരിഗണന, സ്പെഷ്യൽ പ്രിവിലേജ് മീൻസ് പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കും. എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. ഇതിനെയാണ് നമ്മൾ നിയമവാഴ്ച, റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. റൂൾ ഓഫ് ലോ, എല്ലാവരും തുല്യരാണ്. ഇത് PSC ചോദ്യമായിരുന്നു. ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം?
ഓപ്ഷൻസ് അത് കുറെ ഉണ്ട്. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ്. പറഞ്ഞു വരുമ്പോൾ ഓപ്ഷൻസ് ഉള്ളത് എല്ലാം ശരിയാ. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ പെർസ്പെക്റ്റീവിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ്. ഇതേ ചോദ്യം സിവിൽ സർവീസ് പ്രിലിംസിൽ വന്നതായിരുന്നു. അതുപോലെയാണ് PSC കോപ്പി ചെയ്തത്. ഞാൻ യൂട്യൂബ് വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങളെ അത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ് ആണ്. പ്രത്യേക പരിഗണന ആർക്കും കാണില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും റിസർവേഷനോ, അല്ലെങ്കിൽ ഇപ്പൊ പ്രസിഡന്റിനും ഗവർണറിനും ഒക്കെ പ്രത്യേക പരിരക്ഷ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. അത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയുടെ അണ്ടറിലാണ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒന്ന് ആബ്സല്യൂട്ട് അല്ല, എല്ലാത്തിലും റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇക്വാളിറ്റി ഈസ് നോട്ട് ആബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ശരിയാണ്. ഇക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ചില സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചില ഗ്രൂപ്പ്സിനെ പരിഗണിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു കുറ്റം ചെയ്താലും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഒരു കുറ്റം ചെയ്താലും രണ്ടുപേരെ ഒരേ രീതിയിലാണോ ശിക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ രീതിയിലാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു മൈക്രോ ക്ലാസ് എല്ലാവരും ഒന്ന് കേൾക്കാം. സോ തുല്യത, ഇക്വാളിറ്റി, അതിന് സിവിക്, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഡയമെൻഷൻസ് ഉണ്ട്. ഈക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ വരുന്നത് എന്താണ്? ആർട്ടിക്കിൾ 14 ആണ്. ആർട്ടിക്കിൾ 15 ഉണ്ട് അല്ലെ, ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഓൾസോ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ സർട്ടൻ ഗ്രൗണ്ട്സ്. അപ്പൊ അടുത്ത ചോദ്യം എന്തായിരിക്കും? ഇക്വാളിറ്റി എന്നൊരു കോൺസെപ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയൊക്കെയാണ് കാണുന്നത്? എവിടെയൊക്കെയാണ് കാണുന്നത് എന്ന് പറഞ്ഞേ. ഇക്വാളിറ്റി എന്നൊരു കോൺസെപ്റ്റ് പ്രിയാമ്പിളിൽ കാണുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കാണുന്നുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കാണുന്നുണ്ടോ? ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ ഇക്വാളിറ്റി ഉണ്ടോ? യെസ്, പ്രൊമോഷൻ ഓഫ് ബ്രദർഹുഡ് അല്ലെ, സെൻസ് ഓഫ് ബ്രദർഹുഡ്, എല്ലാവർക്കെതിരെ സാഹോദര്യം. സാഹോദര്യം മീൻസ് ഈക്വൽ ആയിട്ട് കാണുന്നുള്ളതാണല്ലോ. എക്സാക്ട്ലി. DPSPയിൽ ഇക്വാളിറ്റി ഉണ്ടോ? DPSPയിൽ എവിടെങ്കിലും ഇക്വാളിറ്റിയുടെ എലമെന്റ്സ് വരുന്നുണ്ടോ? ഉണ്ട്. ഈക്വൽ പേ ഫോർ മെൻ ആൻഡ് വുമൺ. എക്സാക്ട്ലി. പിന്നെ ആർട്ടിക്കിൾ ഇതിന് C ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് പ്രൊഹിബിറ്റ് ചെയ്യണം, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. അപ്പൊ ഇതൊക്കെ എല്ലാത്തിനും ഒറ്റ ഉത്തരവാണ്. ഒരു ഒറ്റ ഉത്തരം പഠിച്ചു കഴിഞ്ഞാൽ പല ചോദ്യങ്ങൾക്കും നമുക്ക് ആ ഒരൊറ്റ ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടൊക്കെയാണ് ഇക്വാളിറ്റി കാണുന്നതെന്ന് നമ്മൾ കണ്ടു. 16 ആർട്ടിക്കിൾ 16, 17, 18. 18 ഭയങ്കര രസം. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് അല്ലെ. പണ്ട് രാമരാജ ബഹദൂർ അല്ലെങ്കിൽ മഹാരാജാവ്, രാജാതിരാജ എന്നൊക്കെയായിരുന്നു, ദിവാൻ പേഷ്കാർ, അങ്ങനെ പല ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. ഇന്ന് ആർക്കും വലിയ ടൈറ്റിൽസ് ഒന്നും ഇല്ല. അങ്ങനെ ടൈറ്റിൽസ് കൺഫർ ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റിനില്ല, എക്സെപ്റ്റ് ഇൻ 2 സിനാരിയോസ്. എക്സാക്ട്ലി. എഡ്യൂക്കേഷണൽ ടൈറ്റിൽസ്, ഇപ്പൊ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ എഡ്യൂക്കേഷണൽ ടൈറ്റിൽസ്, അത് സ്റ്റേറ്റിന് കൺഫർ ചെയ്യാം. അതുപോലെ തന്നെ മിലിറ്ററി ടൈറ്റിൽസ്. ഇപ്പൊ മേജർ രവി എന്നാണ് പറയുന്നത് അല്ലെ, അദ്ദേഹം സർവീസിലുള്ള സമയത്തും റിട്ടയർ ചെയ്ത സമയത്ത് മേജർ ആണ്. അപ്പം അതൊരു ടൈറ്റിൽ ആണ്. മിലിറ്ററി ടൈറ്റിൽസും സ്റ്റേറ്റിന് കൺഫർ ചെയ്യാം. വൺസ് ആൻ ഓഫീസർ ഓൾവേസ് ആൻ ഓഫീസർ എന്ന് പറയും. ഒരാൾ ക്യാപ്റ്റൻ ആണ്, മേജർ ആണ്, അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ജനറൽ ആണെങ്കിൽ റിട്ടയർ ആയി കഴിഞ്ഞാലും ആ ടൈറ്റിൽ അവർക്ക് കാണും. അപ്പൊ അതാണ് ഇതിനകത്തുള്ള രണ്ടേ എക്സെപ്ഷൻസ്. ഓക്കെ. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഈ പറയുന്ന പ്രൊവിഷൻസിനെ നമുക്ക് ഒന്നും കൂടെ അടുത്ത് പരിചയപ്പെടാം. അടുത്ത കാലത്ത് PSCയിൽ വന്നതാണ് ആർട്ടിക്കിൾ 326. ഇനി വരാൻ പോകുന്ന ആർട്ടിക്കിൾ 325 ആണ്. ഇതാണ് ഇന്ത്യൻ ഡെമോക്രസിയുടെ അടിത്തറയിട്ട എന്താ പറയാ ഫൗണ്ടിങ് സ്റ്റോൺസിലൊന്ന്. ആർട്ടിക്കിൾ 325 എന്താ പറയുന്നത്? That no person is to be declared ineligible for inclusion in electoral rolls on the grounds of religion, race, caste, sex, etc. ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രായപരിധി കടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രൽ റോളിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മത്സരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആയിട്ട് മത്സരിക്കാം, ചീഫ് മിനിസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് മത്സരിക്കാം, MLA MP അല്ലെങ്കിൽ പഞ്ചായത്തുള്ള നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം. അതായത് ആരെയും ഈ പബ്ലിക് ഓഫീസസ് അല്ലെങ്കിൽ ഇലക്ട്രൽ റോൾസിലേക്ക് കൊണ്ടുവരുന്നതും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അത് മാത്രം മതിയോ? മത്സരിക്കാനുള്ള അവകാശം മാത്രം മതിയോ? വോട്ട് എടുക്കാനുള്ള അവകാശം വേണ്ടേ? അതാണ് ആർട്ടിക്കിൾ 326 പറയുന്നത്. 3x2 6 അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ ഇതിനെ മറക്കത്തില്ല. 326 ഇവിടെയാണ് പ്രായപൂർത്തി വോട്ടവകാശത്തിനെ പറ്റി പറയുന്നത്. ലോക്സഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് പറയുന്നത് ആർട്ടിക്കിൾ 326 325 പറയുന്നത് എന്താണ്? നമുക്ക് ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവകാശത്തിനെ പറ്റിയാണെങ്കിൽ 326 പറയുന്ന ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ പറ്റിയാണ്. ഈ രണ്ട് അവകാശങ്ങളും വിദേശികൾക്ക് അവൈലബിൾ ആണോ? നാളെ ഒരു പാകിസ്ഥാൻകാരൻ ഇന്ത്യയിൽ വരുന്നു, അപ്പൊ അവർക്ക് ഈ രണ്ട് അവകാശങ്ങളും കിട്ടുമോ? നോ. ദിസ് ഈസ് അവൈലബിൾ
ഓൺലി ഫോർ ദ സിറ്റിസൺസ്. സിറ്റിസൺസിന് മാത്രമാണ് ഈ രണ്ട് അവകാശങ്ങൾ ഉള്ളത്. ഇവിടെയൊക്കെ നമ്മൾ പറയുന്നത് ഇക്വാളിറ്റിയെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളിത് പഠിക്കുമ്പം സ്വയം ഒരു ചോദ്യകർത്താവുക. ചോദ്യങ്ങൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് പഠിക്കുക. ചോദ്യം ഇതായിരിക്കും, ഫ്രം വിച്ച് ഓൾ കോണ്ടെക്സ്റ്റ് ഇക്വാളിറ്റി ഈസ് മാനിഫെസ്റ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനകത്ത് ആർട്ടിക്കിൾ 326 ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് കാണും, 325 ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് കാണും. ഇതിനകത്തൊക്കെ ഇക്വാളിറ്റി എന്ന് പറയുന്നില്ലല്ലോ. ഇക്വാളിറ്റി എന്ന് പറയുന്ന വാക്ക് വരണമെന്നില്ല, അതിന്റെ സ്പിരിറ്റ് ഉണ്ടായാൽ മതി. ലെറ്റർ ഇല്ലെങ്കിൽ സ്പിരിറ്റ് ഉണ്ടായാൽ മതി. മനസ്സിലായാലോ? അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടായാൽ മാത്രം മതി. ഇപ്പൊ ലിബർട്ടി കണ്ടു, നമ്മൾ ഇക്വാളിറ്റി കണ്ടു, ഇനി ഫ്രട്ടേണിറ്റിയിലേക്ക് പോവാണ്. ഫ്രട്ടേണിറ്റി അല്ലെ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റേ പ്ലഡ്ജ് ചെയ്യും അല്ലെ, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് പ്ലഡ്ജ് ചെയ്യും. അതൊക്കെ ഫ്രട്ടേണിറ്റിയെ പ്രൊമോട്ട് ചെയ്യാനുള്ള ചില എലമെന്റ്സ് ആണ്. സാഹോദര്യം എന്നാണ് ഇതിനെപ്പറ്റി പറയുക, അല്ലെ സാഹോദര്യം. എല്ലാവർക്കും ഒരു സെൻസ് ഓഫ് ബ്രദർഹുഡ് ഉണ്ടാവണം. നമ്മൾ ഇന്ത്യക്കാരനാണ്. മറ്റേ ചക് ദ ഇന്ത്യ സിനിമ കണ്ടിട്ടില്ലേ? ചക് ദ ഇന്ത്യ ഫിലിം കണ്ടിട്ടുള്ള എല്ലാവരും. അതില് ഷാരൂഖ് ഖാൻ അത്ലറ്റ്സിന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വേർ ആർ യു കമ്മിങ് ഫ്രം. ചില ആൾക്കാർ കൊൽക്കത്ത, ചില ആൾക്കാർ ബാംഗ്ലൂർ, ചില ആൾക്കാർ ജാർഖണ്ഡ് എന്ന് പറയുന്നു. അപ്പൊ എല്ലാവരും ഷാരൂഖ് ഖാൻ നിങ്ങളുടെ ആൻസർ തെറ്റാണെന്ന് അവരെ പറഞ്ഞേക്കുവാണ്. ഒരു സ്മാർട്ട് പെൺകുട്ടി വന്നിട്ട് പറയും ഐ ആം ഫ്രം ഇന്ത്യ എന്ന് പറയും. അതാണ് ഫ്രട്ടേണിറ്റി. നമുക്ക് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് കാണും, ഡിഫറെന്റ് ലാംഗ്വേജ്, റേസ്, റിലീജിയൻ, എത്നിസിറ്റി, ഫുഡ് കൾച്ചർ എല്ലാം കാണും. പക്ഷേ നമ്മളെല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ കോണ്ടെക്സ്റ്റേ ഉള്ളൂ, ഇന്ത്യൻ എന്നുള്ള കോണ്ടെക്സ്റ്റ്. മലയാളി ആണെങ്കിലും തമിഴനാണെങ്കിലും അവൻ ഇന്ത്യൻ ആണ്. അപ്പൊ അതാണ് ഫ്രട്ടേണിറ്റി എന്നുള്ള കോൺസെപ്റ്റ്. ദ സെൻസ് ഓഫ് ബ്രദർഹുഡ്, സാഹോദര്യം. ഇത് അബ്സല്യൂട്ട് ആണോ? ഫ്രട്ടേണിറ്റി അബ്സല്യൂട്ട് ആണോ? ഫ്രട്ടേണിറ്റി അബ്സല്യൂട്ട് ആണെങ്കിൽ ഇന്ത്യയിൽ ആർക്കും പരസ്പരം അങ്ങോട്ടും കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായല്ലോ? നത്തിങ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇസ് ആബ്സല്യൂട്ട്. ദേ ആർ ഓൺലി ക്വാളിഫൈഡ്. ആ വാക്ക് ഓർത്ത് വെച്ചു, ക്വാളിഫൈഡ് മാത്രമാണ്, അബ്സല്യൂട്ട് അല്ല. അപ്പോ ഇത് നമ്മൾ എവിടെയൊക്കെയാ കാണുന്നത്? ഫ്രട്ടേണിറ്റിയുടെ എലമെന്റ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഇന്ത്യയിൽ. ഇതാണ് PSC ഇപ്പൊ അടുത്ത കാലത്ത് ചോദിച്ചത്. ഒരു വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ, ഇപ്പൊ അമേരിക്കയുടെ കേസ് എടുക്കാം. ഇപ്പം അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിൽ അമേരിക്കയിൽ 50 സ്റ്റേറ്റ്സ് ഉണ്ട്. നിങ്ങളിപ്പോ കാലിഫോർണിയ ആണെന്നിരിക്കട്ടെ, ന്യൂയോർക്ക് ആണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് അവിടെ 2 സിറ്റിസൺഷിപ്പ് ഉണ്ട്. നിങ്ങൾ ന്യൂയോർക്കിന്റെ സിറ്റിസണും ആണ്, അമേരിക്കയുടെ സിറ്റിസണും ആണ്. മനസ്സിലായല്ലോ? 2 സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. കുറച്ചും കൂടെ എക്സ്ട്രീമിലേക്ക് പോവുകയാണെങ്കിൽ അമേരിക്കൻ സിറ്റിസൺ വേണമെങ്കിൽ കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുക്കാം. അമേരിക്കൻ സിറ്റിസൺ ആയിരിക്കും തന്നെ കാനഡയുടെ സിറ്റിസണും ആവാം. പക്ഷെ ഇന്ത്യയിൽ അത് നടക്കുമോ? ഇന്ത്യയിൽ കേരളത്തിന് സിറ്റിസൺഷിപ്പ് ഉണ്ടോ? നിങ്ങൾ കേരളത്തിന്റെ പൗരനാണെന്ന് പറയാൻ പറ്റുമോ? യു ആർ ഓൺലി ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇവിടെ സ്റ്റേറ്റ്സിന് സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള അവകാശമില്ല. നിങ്ങൾ ഇന്ത്യയുടെ മാത്രം സിറ്റിസണാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലും ഇതിനെപ്പറ്റി പറയുന്നത് എന്താ? It shall be the duty of every citizens to promote harmony and spirit of common brotherhood. ഇന്ത്യൻ സിറ്റിസൺ ആവുന്ന അല്ലെങ്കിൽ എല്ലാ സിറ്റിസൺസിനും ചുമതലയാണ് പരസ്പര സാഹോദര്യവും ഒത്തൊരുമയും വർദ്ധിപ്പിക്കുക എന്നുള്ളത്, അല്ലെ? അത് ഇറ്റ് ഷുഡ് ട്രാൻസെൻഡ് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് സെക്ടോറിയൽ ഡൈവേഴ്സിറ്റീസ്. ഇപ്പൊ ഇന്ത്യയുടെ പ്രശ്നം എന്താ? തൊട്ടപ്പുറത്തെ സംസ്ഥാനം ആന്ധ്ര, കർണാടക, അവര് പറയുന്ന ഭാഷ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂ? ഒന്നും മനസ്സിലാവത്തില്ല. തൊട്ടപ്പുറത്തിരിക്കുന്ന സംസ്ഥാനത്തിലാരെ പറയണത്? തമിഴ് പിന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ എക്സ്ട്രീം ലെവൽ ഓഫ് ഡൈവേഴ്സിറ്റി ആണ് ഇന്ത്യയിലുള്ളത്. ഇപ്പം കേരളത്തിലെ കൾച്ചർ അല്ല തമിഴ്നാട്ടിലെ കൾച്ചർ. അതിൽ എക്സ്ട്രീംലി ഡിസ്റ്റിങ്ക്റ്റ് ആണ് കർണാടക അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ്. പിന്നെ നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അജഗജാന്തരമാണ്. മുംബൈ അല്ലെങ്കിൽ ഡൽഹി അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ലെവലാണ്. നോർത്ത് ഈസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബന്ധവും കാണത്തില്ല, അല്ലെ? തിരുവനന്തപുരവും കാസർഗോഡും തമ്മിലുള്ള ആൾക്കാരുടെ സംസാരം പോലും പലപ്പോഴും ഈ 2 പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കും കൺഫ്യൂഷൻ വരും, അല്ലെ? അപ്പൊ കേരളത്തിനുള്ളിൽ തന്നെയുള്ള ഡയലക്റ്റിക്കൽ ഡിഫറൻസ് ആണ് പറയുന്നത്, ഉച്ചാരണത്തിലും സംസാരത്തിന്റെ കാര്യത്തിലും. അപ്പോ മറ്റേ ഏതൊരു സിനിമ ഉണ്ടല്ലോ, ജയറാം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോകും. ഒരാളോട്ട് ഉടക്കുമ്പോഴത്തേക്കും ജയറാമിന്റെ കൂടെയുള്ള ജഗദീഷ് ശ്രീകുമാർ പറയും നിങ്ങളുടെ സംസാരം ശരിയല്ലെന്ന്. അവിടെ സംസാരം എന്ന് വെച്ചാൽ അതിനർത്ഥം ഭാര്യ എന്നാ, ഇവിടെ സംസാരം വെച്ചാൽ അർത്ഥം ടോക്കിംഗ് എന്നാ. അവൻ അടി കൊണ്ടിട്ട് തിരിച്ചു വരും കഥാപാത്രത്തിന്. മലയാളി മാമന് വണക്കം, അതാണ് സിനിമ എക്സാക്ട്ലി. അപ്പൊ അത്രയും ഡൈവേഴ്സിറ്റി ഉണ്ടപ്പോ അവിടെ കോൺഫ്ലിക്റ്റും വരും, ഈ പറയുന്ന പോലെ, അല്ലെ? കോൺഫ്ലിക്റ്റും വരും. ഈ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാനാണ് DPSP അല്ലെങ്കിൽ പ്രിയാമ്പിളിലൊക്കെ സാഹോദര്യം വളർത്തണം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സെൻസ് ഓഫ് ബ്രദർഹുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡൈവേഴ്സിറ്റിയെ ഉൾക്കൊള്ളാൻ പറ്റും.
അല്ലെ? അപ്പോ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. യെസ്, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിന് പ്രിയാമ്പിളിനകത്ത് 2 ഡയമെൻഷൻ ഉണ്ട്. 2 ഡയമെൻഷൻ. ഇതൊക്കെ നമുക്കിനി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ പോവാണേ. നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ. PSC എക്സാംസിൽ ചോദിക്കും. ഫസ്റ്റ് ഡയമെൻഷൻ എന്ന് വെച്ചാൽ എന്താ? ഈ സമൂഹത്തിൽ സാഹോദര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ വ്യക്തിക്കും ഇന്റഗ്രിറ്റി ആണ്. ഇന്റഗ്രിറ്റി. സി, വ്യക്തിക്ക് ഇന്റഗ്രിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് ഇന്റഗ്രിറ്റി ഉള്ളൂ. ഒരു വ്യക്തി ഇപ്പൊ ഇന്ത്യയിലെ ഓരോ സിറ്റിസണും അവന് ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ഞാൻ ഇന്ത്യക്കാരനാന്ന് പറയുമ്പോൾ ഒരു സെൻസ് ഓഫ് ഇന്റഗ്രിറ്റി ഉണ്ട്, ഒരു സത്യസന്ധത, അല്ലെങ്കിൽ അതൊരു ഇന്റഗ്രിറ്റി എന്ന് വെച്ചാൽ ഓണസ്റ്റി അല്ലെങ്കിൽ ബാക്കിയുള്ള പല ക്വാളിറ്റീസിന്റെ ഒരു മിക്സ് ആണ് ഇന്റഗ്രിറ്റി എന്ന് ഉദ്ദേശിക്കുക. അത് പൊളിറ്റിക്കൽ ലെവൽ വരുമ്പോഴത്തേക്കും ഐക്യവും അഖണ്ഡതയും എന്നൊക്കെ പറയും. അപ്പോ ഇൻഡിവിജ്വലിന്റെ ഡിഗ്നിറ്റി പ്രൊട്ടക്റ്റഡ് ആകുമ്പോൾ, കേട്ടോ, നമ്മളെല്ലാവരും ഈക്വൽ ആണ്, വലിയവൻ ചെറിയവനൊന്നുമില്ല. ഡിഗ്നിറ്റി പ്രൊട്ടക്റ്റഡ് ആകുമ്പോൾ അത് രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റിയെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് കുറെ അവകാശങ്ങളുണ്ട്, ഒരു വിഭാഗം ആൾക്കാർക്ക് ഒരു അവകാശങ്ങളും ഇല്ല. അപ്പം എന്ത് പറ്റും? അവർക്കിടയിൽ ക്ലാഷ് വരും. ക്ലാഷ് വന്നു കഴിയുമ്പോഴത്തേക്കും രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റി ഒക്കെ തകർന്ന് തരിപ്പടമാവും. സോ എല്ലാ വ്യക്തികൾക്കും ഡിഗ്നിറ്റി കൊടുക്കുക, അതുവഴി ഇന്റഗ്രിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് സംഭവം. ഡിഗ്നിറ്റി എന്ന് വെച്ചാൽ എന്താ? ഡിഗ്നിറ്റി, അന്തസ്. എല്ലാ വ്യക്തിക്കും ഇന്ത്യയിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അതുവഴി ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഈ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ വാക്കിനെ നമ്മൾ ആഡ് ചെയ്യുന്ന ഏത് അമെന്റ്മെന്റ് വഴിയാണ്? 42nd അമെന്റ്മെന്റ് വഴിയാണ്. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. 42nd അമെന്റ്മെന്റ് ആക്ട് വഴി വന്നിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാ? ISS അല്ലെ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഓർക്കുക, ഇന്റഗ്രിറ്റി, സോഷ്യലിസം, സെക്യുലാരിസം അല്ലെ. യെസ്, ഇവിടെ ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ അല്ലെങ്കിൽ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജിക്ക് 2 ഡയമെൻഷൻസ് ഉണ്ട്. സൈക്കോളജിക്കൽ ഡയമെൻഷൻസും ഉണ്ട്, ടെറിട്ടോറിയൽ ഡയമെൻഷൻസും ഉണ്ട് അല്ലെ. എന്താ സൈക്കോളജിക്കൽ ഡയമെൻഷൻ? ഈ നമ്മുടെ പട്ടാളം, മിലിറ്ററിയിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം ഒരു സിഖുകാരനും ഒരു മലയാളിയും കൂടെ ആയിരിക്കും ഒരുമിച്ച് ഒരു ഓപ്പറേഷൻ വന്നത്. അപ്പൊ അവരെ ഒരുപക്ഷെ ജീവിതത്തിൽ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. അവര് പരസ്പരം ഒരു ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ അവര് ഒരു വർക്കിന് പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു റിസ്കി ഓപ്പറേഷന് പോകുമ്പോൾ അവര് പരസ്പരം പ്രൊട്ടക്ട് ചെയ്യും, പരസ്പരം കെയർ ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലായല്ലോ. അതെന്തുകൊണ്ടാ? ഇന്ത്യക്കാരൻ ട്രൈവിംഗ് ഫോർ എ കോമൺ കോസ്. എക്സാക്ട്ലി, ഇന്ത്യൻ ആണ് എന്നുള്ള സൈക്കോളജിക്കൽ ഇന്റഗ്രേഷൻ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ സാധാരണ ഇന്ത്യക്കാർക്ക് ആ ഒരു സെൻസ് വരാനോ നിർബന്ധമില്ല. കാര്യം ദേ ഹാവ് ഗോൺ ത്രൂ ദാറ്റ് ട്രെയിനിങ് അല്ലെ. അപ്പൊ യൂണിഫോമിന്റെ പോസ്റ്റിലുള്ള ആൾക്കാർക്ക് കൃത്യമായി ഒരു ട്രെയിനിങ് കിട്ടും. ഒരു സൈക്കോളജിക്കൽ ഇന്റഗ്രിറ്റി ഉണ്ട്. സൈക്കോളജിക്കലായിട്ട് ഇന്ത്യക്കാരനാണെന്നുള്ള ചിന്തയുണ്ട് അല്ലെ. ഇത് ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ സമയത്താണ് ഇന്റഗ്രിറ്റിയുടെ ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നത്. സൈക്കോളജിക്കൽ ഇന്റഗ്രിറ്റി. അല്ലെങ്കിൽ അമേരിക്കൻ റെവല്യൂഷന്റെ സമയത്ത് ഫിലാഡൽഫിയ കോൺഫറൻസിലൊക്കെ അമേരിക്കയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ മീറ്റ് ചെയ്യാൻ വരുന്നത്. ജോർജ് വാഷിംഗ്ടന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്യാൻ വന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർ പരസ്പരം അതിനു മുമ്പ് കണ്ടിട്ട് പോലും കാണത്തില്ല. സ്റ്റിൽ ഒരു കോമൺ കോസിന് വേണ്ടി അവർ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് കോമൺ കോസിന് വേണ്ടി അവർ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുക. അത് വളരെ മാജിക് ആണ്. ലോകത്ത് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ അപൂർവമായിട്ട് നടക്കുക. മുമ്പ് കണ്ടിട്ടോ കേട്ടിട്ടോ പരിചയം പേര് പോലും അറിയാത്ത തൊട്ടപ്പുറത്തുള്ള കോമ്രേഡിന് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് യുദ്ധം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സൈക്കോളജിക്കൽ തിങ്. ഒരു സൈക്കോളജിക്കൽ തിങ് ആണ്. അതൊരു സ്റ്റേറ്റ്, ഒരു നേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിന് മാത്രം അത് അങ്ങനെ അപ്ബ്രിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഡയമെൻഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടെറിട്ടോറിയൽ ഡയമെൻഷനും ഉണ്ട് അല്ലെ. ഇന്ത്യയിൽ നിന്ന് ഒരു സംസ്ഥാനത്തിന് വിട്ടുപോകാൻ ഒക്കത്തില്ല. ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റീസ് മെയിൻറ്റെയിൻ. ആർട്ടിക്കിൾ 1 and 2 ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചതാ. യൂട്യൂബിലെ ക്ലാസ് ഉണ്ട്. കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. സോ ഇപ്പം ഖാലിസ്ഥാൻ തീവ്രവാദികൾ പറഞ്ഞെന്താ? ഇന്ത്യയിൽ നിന്നും സിഖുകാർക്ക് വേണ്ടി ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു രാജ്യം അടർത്തി മാറ്റണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ലേ. അല്ലെങ്കിൽ ബോഡോലാൻഡ് മൂവ്മെന്റ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ ബോഡോലാൻഡ് എന്നൊരു ലാൻഡ് ക്രിയേറ്റ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റി ബോഡോ കമ്മ്യൂണിറ്റിക്ക് മാത്രം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇന്ത്യൻ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയെ ത്രട്ടൺ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഭീഷണിപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. സോ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന സംഭവം, ഐക്യം, അഖണ്ഡത, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റിക്ക് സൈക്കോളജിക്കൽ ആൻഡ് ടെറിട്ടോറിയൽ ഡയമെൻഷൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം
കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? യെസ്. ആർട്ടിക്കിൾ 1 ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചതാണ്. ആർട്ടിക്കിൾ 1 പറയുന്നത് എന്താണ്? ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. യൂണിയൻ ആണ്, ഒറ്റ യൂണിയൻ. അവിടെ ഒരു ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ യൂണിറ്റിയുടെ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട് അല്ലേ? വിച്ച് മീൻസ് ഇറ്റ്സ് എൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ. ഇന്ത്യയിൽ നിന്ന് നാളെ കേരളത്തിനോ കാശ്മീരിനോ പഞ്ചാബിനോ തമിഴ്നാടിനോ വേറിട്ട് പോകാൻ ഒക്കത്തില്ല. അപ്പം ഇന്ത്യൻ യൂണിയൻ ഇസ് ഇൻഡിസ്ട്രക്റ്റബിൾ. റീജിയണലിസം, കമ്മ്യൂണലിസം, കാസ്റ്റിസം, ലിംഗ്വിസം, സെഷനിസം, ഇതിനൊക്കെയുള്ള ഒരു ഇതിനൊക്കെ എതിരായിട്ടുള്ള ആന്റിഡോട്ട് ആണത്. എന്താണ് കമ്മ്യൂണലിസം എന്ന് വെച്ചാൽ? എന്താണ് കമ്മ്യൂണിസം? അല്ല, കമ്മ്യൂണലിസം. ഇതാണ് ഇത് എന്താ പറയാ, മതപരമായിട്ടുള്ള വർഗീയവാദം എന്ന് പറയും. വർഗീയവാദം. റീജിയണലിസം എന്താ? ഇവിടെ മതമല്ല ഫാക്ടർ, ഒരു റീജിയൻ ആണ്. ഒരു റീജിയൻ ഇതുപോലെ അടർത്തി മാറ്റി മറ്റൊരു രാജ്യം പോലെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ പോലെ റീജിയണലിസം. കാസ്റ്റ്, നോർത്ത് വേഴ്സസ് സൗത്ത് അല്ലെ? നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ. ഇപ്പോഴും നോർത്തിൽ പോകുമ്പോഴത്തേക്കും സൗത്ത് ഇന്ത്യൻസ് വിളിക്കുന്ന മദ്രാസിൽ നിന്നാണ് അല്ലെ? എല്ലാവരും മദ്രാസിൽ നിന്ന് വരുന്നതെന്നാണ് വിചാരം. ഇപ്പൊ ട്രെൻഡ് മാറി വരികയാണ്. ഇപ്പം പല ആൾക്കാരും അവരുടെ എക്സ്പീരിയൻസിൽ പറയുന്നതാ. UPSC ഇന്റർവ്യൂ ബോർഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നാ വരുന്ന പറഞ്ഞെങ്കിൽ പ്രത്യേക ഒരു ഇതാണ്. യു ആർ ഫ്രം കേരള, വെരി എൻലൈറ്റഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഭയങ്കര റെസ്പെക്ട് ആണ്. പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഭയങ്കര മാറി വരുന്നുണ്ട്. പ്രത്യേകം കേരളത്തിന് ഒരു റെക്കഗ്നിഷൻ ഉണ്ട്. അപ്പം റീജിയണലിസം. കാസ്റ്റിസം എന്താ? ജാതി ചിന്ത, ജാതി വെച്ചിട്ടുള്ള വിവേചനം. ലിംഗ്വിസം എന്താ? ലിംഗ്വിസ്റ്റിക്സ് മീൻസ് ഭാഷയുടെ പേരിലുള്ള വിവേചനം. പണ്ടൊരു ദിവസം ഞാൻ SSB ഭാഗമായിട്ട് ബാംഗ്ലൂരിൽ പോകുന്ന സമയത്ത് അവിടെ നമ്മളെല്ലാവരും ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത്. അവിടെ ഒരു ചേട്ടൻ വന്ന് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുക. എനിക്ക് അന്ന് ഹിന്ദി അറിയത്തില്ല, ഇന്ന് ഹിന്ദി അറിയത്തില്ല. അപ്പം എൻ്റെ അടുത്ത് വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചൊരു കാര്യമാണ്, ഹിന്ദി ഡോണ്ട് നോ. ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയത്തില്ല. വൈ എന്ന് ചോദിക്കുന്നത്. എന്താ ഹിന്ദി അറിയാത്ത എന്താന്ന് ചോദിക്കുന്നത്? അവരുടെ വിചാരം ഇന്ത്യയിൽ മൊത്തം ഹിന്ദി അറിയണമെന്നാണ്. ഞാൻ വൈ ഹിന്ദി ഡോണ്ട് നോ. പുള്ളിക്കാണ് ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാൻ പറഞ്ഞ് എനിക്ക് ഹിന്ദി അറിയത്തില്ല, പഠിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇറ്റ്സ് ടു ബാഡ്. ഞാൻ പറഞ്ഞു മലയാളം ശ്രേഷ്ഠ ഭാഷയാണ്, അത് ഹിന്ദി ശ്രേഷ്ഠ ഭാഷ പദവി നേടിയെടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാന്ന് പറഞ്ഞു. പുള്ളിക്ക് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്താണെന്ന് പുള്ളിക്ക് അറിയത്തില്ല. അപ്പം ഈ ലിംഗ്വിസമാണ് വിവരമില്ലായ്മയുടെ ഏറ്റവും വലിയൊരു മാനിഫെസ്റ്റേഷൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ലിംഗ്വിസം ഭാഷാപരമായിട്ടുള്ള ഒരു എന്താ പറയാ ഹെജുമണി. ഇപ്പം ഹിന്ദി എല്ലാവരും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡൊമിനന്റ് ലാംഗ്വേജ് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നൊരു ചിന്ത. ഇടയ്ക്ക് ബംഗാളിൽ ഇത് വലിയൊരു പ്രശ്നമാണ്. ബംഗാളില് നേപ്പാളീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബംഗാളിൽ ഒരു സ്റ്റേറ്റ് ലാംഗ്വേജ് ആയിട്ട് അങ്ങനെ ബംഗാളിയെ പ്രഖ്യാപിച്ചിട്ടില്ല. കാര്യം നേപ്പാളീസ് ഉള്ളതുകൊണ്ട് അവർക്കൊരു ത്രെട്ട് ആവണമെന്ന് എഴുതിയിട്ട് ഇടയ്ക്ക് ചിന്ത പറ്റി ഈ ബംഗാളി ഭാഷ എല്ലാവരുടെ മുകളിൽ ഇമ്പോസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പം ഭയങ്കര സംഘർഷം നടന്നോടെ. അപ്പൊ ഭാഷ എപ്പോഴും ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഭാഷയുടെ പേരിൽ വിവേചനം പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം പല സ്ഥലത്തും, ഇപ്പം ഇടയ്ക്ക് കർണാടകയിൽ കണ്ടതാണ്, കന്നഡ ബോർഡ് ഇല്ലാത്ത ഷോപ്സ് ഒക്കെ അടിച്ചു തകർത്തു അല്ലെ? KFC ഒക്കെ കന്നഡയിൽ തന്നെ എഴുതണം, അല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ സാംസങ് കന്നഡയിൽ തന്നെ എഴുതണം. അങ്ങനെ എഴുതാത്ത ബോർഡുകൾ അവർ അടിച്ചു തകർത്തു. അപ്പൊ അതാണ് ലിംഗ്വിസം എന്ന് പറയുന്നത്. ഇറ്റ് ഓൾ ക്യാൻ ലീഡ്സ് ടു സെസഷനിസം. എന്താണ് സെസഷൻ മൂവ്മെന്റ്? ഒരു സ്ഥലത്തിനെ ഒരു രാജ്യത്ത് നിന്ന് അടർത്തി മാറ്റുന്ന പരിപാടിയാണിത്. ഇപ്പൊ കാശ്മീരിൽ പാകിസ്ഥാൻ ചെയ്യുന്ന പരിപാടി അതാ. ബോഡോലാൻഡ് മൂവ്മെന്റ് സെഷനിസ്റ്റ് മൂവ്മെന്റ് ആണ്. ഖാലിസ്ഥാൻ മൂവ്മെന്റ് ഇത്തരത്തിലുള്ള മൂവ്മെന്റ് ആണ്. അപ്പൊ ഇതെല്ലാം ഇതിലേക്ക് നയിക്കാം. ഓക്കെ, ഈ ഡിഗ്രി ലെവലിൽ ആൾക്കാർക്ക് ഏറ്റവും പേടി ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കുന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിൽ ഒരു 10-100 വാക്കുകൾ ഇതുപോലെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്. കാര്യം നിങ്ങൾക്ക് പ്രശ്നം പറ്റുന്നത് നൗൺസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേർഡ്സിന്റെ മീനിങ് എന്താന്നുള്ള കാര്യത്തിലെ കൺഫ്യൂഷൻ വരുന്നത് പല ആൾക്കാർക്കും. ഒരു 100-150 വാക്കുകൾ മാത്രം അങ്ങനെ എക്സ്ട്രാ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ ഏകദേശം ഐഡിയ കിട്ടും. അത് വലിയ പാടുള്ള കാര്യമല്ല. ഒന്ന് മനസ്സ് വെച്ചാൽ മതി. ഈ ഡിഗ്രി ലെവലില് നമ്മൾ മലയാളത്തിൽ ചോദ്യങ്ങൾ വായിക്കുകയാണെങ്കിൽ തെറ്റും. എൽനിനോ സദേൺ ഓസിലേഷൻ എന്നുള്ള വാക്കിന് ഒരു തെക്കൻ നെഗറ്റീവ് ആന്തോളനം എന്നാണ് PSC ട്രാൻസ്ലേഷൻ കൊടുത്തത്. നീതി ആയോഗ് തിങ്ക് ടാങ്ക് എന്നുള്ളതിന് ചിന്താ നന്ദി എന്നൊക്കെയാണ് തിങ്ക് ടാങ്കിന് ട്രാൻസ്ലേഷൻ കൊടുത്തത്. നിങ്ങൾക്ക് ചിരിച്ചു മരിക്കാനാണെന്നുണ്ടെങ്കിൽ എക്സാം ഹോളിൽ മലയാളത്തിൽ തന്നെ ചോദ്യങ്ങൾ വായിക്കാം. പക്ഷെ റാങ്ക് അടിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ വായിച്ചു പഠിക്കാം. ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയല്ല. ഒരു മാസം കഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഒരു എക്സ്ട്രാ എഫേർട്ട് മാത്രം നിങ്ങൾ അവിടെ ഇട്ടാൽ മതി. ഓക്കെ.
ഓ, ആദിത്യ എൽവല്ലിൻ സൂര്യനിൽ ഇറങ്ങും എന്ന് മലയാളം. ഓക്കെ ഓക്കെ. ആദിത്യ എൽവണ്ണിനെ പറ്റി വന്ന സ്റ്റേറ്റ്മെന്റ് അത് സൂര്യനിൽ ഇറങ്ങും എന്നുള്ളത്. അത് സൂര്യന് എത്രയോ മില്യൺ കിലോമീറ്റേഴ്സ് ദൂരെയാണ് അല്ലെ? എക്സാക്ട്ലി. അപ്പോൾ നമുക്ക് ഇനി ഫേമസ് കൊട്ടേഷൻസ്, പല പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരും പ്രിയാമ്പിളിനെ പറ്റി പറഞ്ഞിട്ടുള്ള ചില ഫേമസ് ആയിട്ടുള്ള ഉദ്ധരണികൾ നമുക്ക് നോക്കാം. KM മുൻഷി, അദ്ദേഹമാണ് പ്രിയാമ്പിളിനെ ജാതകം, ഹൊറോസ്കോപ്പ് എന്ന് വിളിച്ചത്. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് അല്ലെങ്കിൽ പ്രിയാമ്പിൾ ഈസ് ദ ഹൊറോസ്കോപ്പ് ഓഫ് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് വിളിച്ചത് KM മുൻഷിയാണ്. നമ്മൾ പഠിക്കുമ്പോൾ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾ എൻറ്റയർ സ്റ്റേറ്റ്മെന്റ്സ് കാണാതെ പഠിക്കാൻ നിൽക്കില്ല, ട്രിഗറിംഗ് ഫാക്ടേഴ്സ് മാത്രം കാണാതെ പഠിക്കുക. ഇവിടെ ട്രിഗർ ചെയ്യുന്ന കീവേഡ്സ് എന്തൊക്കെയാണ്? മുൻഷി, ഹൊറോസ്കോപ്പ്, അങ്ങനെ പഠിച്ചാൽ മതി. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങളുടെ മനസ്സിലുണ്ട്. നമ്മുടെ ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗനാണ്. ഇഷ്ടംപോലെ ഡേറ്റ അതിന് ഫീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ കറക്റ്റ് സമയത്ത് ഇത് ഓർത്തെടുക്കുക എന്നുള്ളതാണ് ചലഞ്ച്. എല്ലാം നമ്മുടെ തലച്ചോറ് തന്നെ ഉണ്ട്, അതിനെ കറക്റ്റ് സമയത്ത് ഓർത്തെടുക്കുക. അപ്പം മുൻഷി, ഹൊറോസ്കോപ്പ്, ഇത് വേണം നമ്മുടെ ട്രിഗറിംഗ് വേർഡ്സ് ആയിട്ട് മനസ്സിൽ ഫീഡ് ചെയ്യാൻ. സെറ്റാണല്ലോ. അതുപോലെ തന്നെ പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ, പണ്ഡിത് ഭാർഗവൻ എന്ന് ആലോചിച്ചാൽ പോരെ. ഭാർഗവൻ, പണ്ഡിതനായ ഭാർഗവൻ, അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് പ്രിയാമ്പിൾ ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പവിത്രമായിട്ടുള്ള കാര്യം പ്രിയാമ്പിൾ ആണ്. ഇത് നമ്മുടെ ഭരണഘടനയുടെ സോൾ, ആത്മാവാണ്. ഇത് ഭരണഘടനയുടെ കീ ആണ്, കീ, താക്കോലാണ്. ഇത് ഭരണഘടനയുടെ മകുടത്തിലുള്ള ഒരു രത്നമാണ്, ജുവൽ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ മൂല്യമടക്കാനുള്ള അളവുകോൽ, യാർഡ് സ്റ്റിക്ക് ആണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നുണ്ട്. ഇവിടെ കുറെ കൺഫ്യൂസിങ് ഫാക്ട്സ് വരുന്നുണ്ട്. നമുക്ക് ഓരോന്ന് പഠിച്ചാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? പ്രിയാമ്പിളിനെ മോസ്റ്റ് പ്രഷ്യസ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പവിത്രമായ സംഭവമാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞത് പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവയാണ്. ഓക്കെ. ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്ന എന്തിനെയാണ്? പ്രിയാമ്പിളിനെയാണ്. അങ്ങനെ വിളിച്ചത് പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവയാണ്. അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്, ഹേർട്ട് ആൻഡ് സോൾ. കോൺസ്റ്റിറ്റ്യൂഷനെ ഹൃദയവും ആത്മാവും എന്ന് വിളിക്കുന്ന എന്തിനെയാണ്? അത് ആരാണ് അങ്ങനെ വിളിച്ചത്? സോൾ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ പ്രിയാമ്പിൾ ആണ്, പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവയാണ്. ഹേർട്ട് ആൻഡ് സോൾ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? ആർട്ടിക്കിൾ 32-നെയാണ്. എക്സാക്ട്ലി. വിളിച്ചത് അംബേദ്കർ ആണ്. ഇവർക്ക് പരസ്പരം ഒരു ധാരണയിൽ എത്തിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവയും അംബേദ്കറും കൂടെ ഡിസ്കസ് ചെയ്ത് ഞാൻ ഇത് വിളിക്കാം, നീ അത് വിളിക്കുന്ന പറഞ്ഞെങ്കിൽ സീൻ ഇല്ലായിരുന്നു. പക്ഷെ ഡിസ്കഷൻ വന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് PSC വന്നിട്ടുള്ളത് ഇവിടുന്നാണ്. ഇത് ഭാവിയിൽ ചോദിക്കാം. ഹൂ കോൾഡ് പ്രിയാമ്പിൾ ആസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? പിള്ളേരെ ക്ലാസ് റൂമിനെ തർക്കിക്കും. ഹേർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നത് പ്രിയാമ്പിളിനെ അല്ല, ആർട്ടിക്കിൾ 32-നെ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കും. അങ്ങനല്ല, പ്രിയാമ്പിളിനെ വിളിച്ചിട്ടുണ്ട് സോൾ എന്നുള്ളത്. അടുത്ത ചോദ്യം, കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലേക്കുള്ള താക്കോൽ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? പ്രിയാമ്പിളിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചത് പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവയാണ്. പക്ഷെ കീ നോട്ട് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നുള്ള മീനിങ്. കീ നോട്ട് സ്പീച്ച് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കീ നോട്ട് എന്ന കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രിയാമ്പിളിനെ തന്നെയാണ് വിളിച്ചത്. പക്ഷെ മറ്റൊരു വ്യക്തി, അതാരാ? കീ നോട്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിളിച്ചത് ആരാ? യെസ്, വിദ്ദിൽന, വെരി ഗുഡ്, ഏർണസ്റ്റ് ബാർക്കർ. കീ നോട്ട് എന്ന് വിളിച്ചത് ഏർണസ്റ്റ് ബാർക്കർ ആണ്. കീ നോട്ട് എന്ന് വിളിച്ചത് ഏർണസ്റ്റ് ബാർക്കർ ആണ്. തിരിഞ്ഞുപോകല്. കീ പണ്ഡിറ്റ് താക്കൂർദാസ് ആണെങ്കിൽ കീ നോട്ട് ഇതാണ്. ഇറ്റ് ഈസ് ദ ജുവൽ സെറ്റ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് പിന്നെ വേറെ കാണുന്നില്ല. ഒന്ന് വേണമെങ്കിൽ പറയാം, മണിപ്പൂരിന്റെ രത്നം, ജുവൽ ഓഫ് മണിപ്പൂർ എന്ന് വിളിക്കുന്ന ആരെയാ? റാണി ഗേഡിൻലുവിനെയാണ്. അത് വിളിച്ചത് ആരാ? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ? യെസ്. യാർഡ് സ്റ്റിക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. അത് പ്രിയാമ്പിൾ തന്നെയാണ്. വിളിച്ചത് പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവയാണ് അല്ലേ? ഓക്കെ. ലോങ് നെയിം ഉള്ള ആൾക്കാർ തരുന്ന ലോങ്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നുള്ള മനോഹരമായിട്ടുള്ള ഒബ്സർവേഷൻ ലോഹിത് നടത്തിയിട്ടുണ്ട്. യെസ്, പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ, അദ്ദേഹമാണ് ഇത്രയും വലിയ സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയത്. പക്ഷെ പ്രശ്നം PSC ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കൂടെ ചോദിക്കത്തില്ല, ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പം ചെറിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും. ഇപ്പൊ അംബേദ്കറിന്റെ പല സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ, ഓഡിയോ ക്ലാസ്സിൽ. അത് വലിയൊരു പാരഗ്രാഫിക്കൽ സ്റ്റേറ്റ്മെന്റിനകത്തെ ചെറിയ ഫ്രാക്ഷൻസ് മാത്രം വരുന്നത്. എല്ലാവരും നടത്തിയിട്ടുള്ളത് ലോങ് സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു പാർട്ട് വെട്ടിയെടുത്താണ്
PSC ചോദിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സെറ്റ് ആണല്ലോ. ഈ പറഞ്ഞതെല്ലാം നോട്ടിനകത്തുണ്ടേ. മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ ഹിദായത്തുള്ള നമ്മുടെ പഴയ ചീഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒബ്സർവേഷൻ ആണ് പ്രിയാമ്പിൾ റിസംബിൾസ് ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെ, സോ വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതുമായി ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് എന്നുള്ള ഒബ്സർവേഷൻ നടത്തിയത് ഹിദായത്തുള്ള നമ്മുടെ ഫോർമർ ചീഫ് ജസ്റ്റിസ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനിയാണ് നമ്മൾ കുറച്ച് കട്ടി ഏരിയയിലോട്ട് പോകുന്നത്. കട്ടി എന്ന് നമുക്ക് പുറത്ത് നിന്ന് നോക്കുമ്പോൾ തോന്നുന്നൊരു കാര്യമാണ്. നമ്മൾ ഉള്ളിൽ കയറി നോക്കുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ് ഈ ഏരിയ ഒക്കെ. അടുത്ത കാലത്ത് PSC വന്നൊരു HSAയിലാണെന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് എന്താണ് ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം. നല്ല അടിപൊളി ക്വസ്റ്റൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചിട്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് പറഞ്ഞ് സഹായിക്കണം. ചോദ്യം എന്താ? Preamble is neither a source of power to the legislature nor a prohibition upon the power of legislature. ഫസ്റ്റ് കാണുമ്പോഴത്തേക്ക് എന്തോ കിളി പോകുന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. Preamble is neither a source of power to the legislature nor a prohibition upon the power of legislation. Yes, Lakshmi, that's a good interpretation. മറ്റെന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ ഉണ്ടോ? ഇതൊരു ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കാം, ഒന്നും തെറ്റാന്ന് പറയാൻ ഒക്കത്തില്ല. ഓക്കെ ലോഹിത്, ഗുഡ്. എനി അതർ സ്റ്റേറ്റ്മെന്റ്സ്? യെസ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലിമിറ്റേഷൻ ഓൺ ദ പവർ ഓഫ് ലെജിസ്ലേച്ചർ. കാര്യം നമ്മുടെ മൗലിക അവകാശങ്ങളെ വയലേറ്റ് ചെയ്യുന്ന നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെന്റിനോ ലെജിസ്ലേച്ചറിനോ അധികാരമില്ല അല്ലെ. ഇപ്പൊ DPSPയോ ഇത് കുറച്ചുകൂടെ പോസിറ്റീവ്, അതായത് DPSPs ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നിയമം നിർമ്മിക്കാം. സോ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് പവർ ടു ലെജിസ്ലേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പ്രിയാമ്പിൾ ഈസ് നെയ്തർ എ സോഴ്സ് നോർ എ പ്രൊഹിബിഷൻ. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന നിയമമൊന്നും വേണ്ട, അതുകൊണ്ട് തന്നെ ഇതിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു നിയമം പാർലമെന്റ് ഉണ്ടാകാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ ലിമിറ്റേഷൻ. DPSP അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ലെജിസ്ലേച്ചർ നിയമം കൊണ്ടുവരാം. പക്ഷെ പ്രിയാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമല്ല. ഇറ്റ് ഈസ് നെയ്തർ എ സോഴ്സ് ഓഫ് പവർ ഓഫ് ലെജിസ്ലേച്ചർ നോർ എ പ്രൊഹിബിഷൻ അപ്പോൺ ലെജിസ്ലേച്ചർ. ഇതിന്റെ ഒറ്റ കാര്യം ഉദ്ദേശിക്കുന്നുള്ളൂ, നിയമം നിർമ്മിക്കുമ്പോൾ മാന്യമായി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഇന്നലെ ക്ലാസ് തന്നിട്ടുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്താണെന്നുള്ള കാര്യം. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിയമം നിർമ്മിക്കണം എന്നുള്ള സൂചനയാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? അല്ലാതെ മറ്റൊരു കോംപ്ലിക്കേഷൻ ഇതിനകത്തില്ല. അപ്പൊ ഇവിടെ നിന്ന് വേറെ ഏത് രീതിയിൽ ചോദ്യം വന്നാലും ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. സെറ്റാണോ? ആ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം സെറ്റാണോ? ഇതൊക്കെയാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിട്ട് ഒരുവിധം എല്ലാവരും സ്കിപ്പ് ചെയ്യും, പക്ഷെ നമുക്കിത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എക്സാം ഹോളിൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളൊന്നാണത്. നമ്മൾ നിയമം നിർമ്മിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് നിയമം നിർമ്മിക്കണം എന്നുള്ള സൂചനയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നത്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്ഥിരം PSC ഇപ്പം തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പം പ്രിയാമ്പിൾ ആണെങ്കിലും ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണെങ്കിലും DPSP ഇതൊക്കെ എന്ന് പറയുന്നത് നോൺ ജസ്റ്റിഫയബിൾ ആണ് അല്ലെ. ഇത് കോടതിയിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ ഒക്കത്തില്ല. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോവാം. പക്ഷെ പ്രിയാമ്പിൾ വയലേറ്റഡ് ആയാൽ കോടതിയിൽ പോകാൻ ഒക്കൂ? ഇല്ല. അത് എന്റെ പ്രിയാമ്പിൾ വയലേറ്റഡ് ആയി എന്നുകൊണ്ട് കോടതിയിൽ പോകത്തില്ല. പിന്നെ അതൊരു എന്താ പറയാ, ഒരു ഡിക്ലറേറ്ററി സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് അതിനകത്തുള്ളത്. അപ്പം പ്രിയാമ്പിളും നോൺ ജസ്റ്റിഫയബിൾ ആണ് അല്ലെ, ന്യായവാദാർഹമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ കോടതിക്ക് ഇത് എൻഫോഴ്സ് ചെയ്യാനുള്ള അവകാശമില്ല. ഓക്കെ. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ് ആണ്. ഇത് കേരളത്തിലില്ല. അപ്പം ഇത് എൻഫോഴ്സ് ചെയ്യണമെന്ന് നമുക്ക് കോടതി പോകൂ? ഇല്ല. അത് DPSP ആണ്. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 21 ഇത് എൻഫോഴ്സ് ചെയ്യണമെന്നുണ്ട് കോടതി പോവാം. നിങ്ങൾക്ക് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്
DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, പ്രിയാമ്പിൾ, ഇതിനെ പറ്റി വന്നാലും ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കണമെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആക്കാം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചോദിച്ചു ചോദിക്കട്ടെ. പ്രിയാമ്പിളിൽ ഇക്വാളിറ്റിയെ പറ്റി പറയുന്നുണ്ട്. അപ്പം ഇക്വാളിറ്റി വയലേറ്റഡ് ആയാൽ നമുക്ക് കോടതിയിൽ പോകാൻ ഒക്കത്തില്ലേ? അത് നോൺ ജസ്റ്റിഫയബിൾ ആണോ? ഇക്വാളിറ്റി നോൺ ജസ്റ്റിഫയബിൾ ആണോ? ഞാൻ ചോദിച്ചതിന്റെ ഒരു അപകടം മനസ്സിലായോ? ഇക്വാളിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പ്രിയാമ്പിൾ പറയുന്നുണ്ട്. നമ്മളിവിടെ പഠിച്ചു, പ്രിയാമ്പിളിലെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് വയലേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോകാൻ ഒക്കത്തില്ല. ഇക്വാളിറ്റി വയലേറ്റഡ് ആയാൽ കോടതിയിൽ പോവാൻ പറ്റില്ലേ എന്നാണ് എന്റെ ചോദ്യം. യെസ്, പറ്റും. പക്ഷെ അത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, എക്സാക്ട്ലി കാർത്തിക, ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്തും പറയുന്നുണ്ട്. അപ്പോൾ ഇക്വാളിറ്റി വയലേറ്റഡ് ആവുകയാണെങ്കിൽ എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റഡ് ആയേ എന്ന് പറഞ്ഞിട്ട് കോടതി പോവാം, നോ ഇഷ്യൂസ്. പക്ഷെ എന്റെ പ്രിയാമ്പിൾ വയലേറ്റഡ് ആയേ എന്ന് പറഞ്ഞിട്ട് പോകാൻ ഒക്കത്തില്ല. അത്രയുള്ള അതിന്റെ ഡിഫറൻസ്. അതിന്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. എക്സാക്ട്ലി ലക്ഷ്മി, അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്തുള്ള കാര്യമാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നേരെ സുപ്രീം കോടതി വരെ വേണമെങ്കിലും പോവാം. അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. ഇപ്പൊ ലിബർട്ടി ഫണ്ടമെന്റൽ റൈറ്റിലും പറയുന്നുണ്ട്, പ്രിയാമ്പിളിലും പറയുന്നുണ്ട്. ഇപ്പൊ ലിബർട്ടി വയലേറ്റഡ് ആവുകയാണെങ്കിൽ എന്റെ പ്രിയാമ്പിൾ വയലേറ്റഡ് ആയേ എന്ന് പറഞ്ഞ കേസ് കൊടുക്കാൻ ഒക്കത്തില്ല. റാദർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻഫ്രിഞ്ച് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ കേസിന് പോവാം. ഓക്കെ, പത്തിലുള്ളതിന്റെ കോണ്ടെക്സ്റ്റ് നമുക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദ്യം വരത്തില്ല. എന്നാലും ഈ ലെവലിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവം ഈസിയാണ്. നമുക്കിപ്പോ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു പ്രൊവിഷനെ പറ്റി പഠിക്കുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കേസുകൾ അങ്ങ് പഠിക്കാം. ഇപ്പം കേസുകളുടെ കൂട്ടത്തിലെ കുമ്പിടിയാണ് കേശവാനന്ദ ഭാരതി കേസ്. എല്ലായിടത്തും ഉണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്, അപ്പുറത്തുണ്ട്, എല്ലായിടത്തും കുമ്പിടിയായിട്ട് കേശവാനന്ദ ഭാരതി കേസ് ഉണ്ട്. പ്രിയാമ്പിളിന്റെ കാര്യത്തിലും കേശവാനന്ദ ഭാരതി കേസ് ഉണ്ട്. 1973 ഇത് വിശാലമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, എല്ലാം കാണുക. കേശവാനന്ദ ഭാരതി കേസും പ്രിയാമ്പിളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവിടെ ഇരിക്കുന്നത്. ചോദ്യം എന്താ? പ്രിയാമ്പിൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണോ? നമ്മുടെ ഭരണഘടനയുടെ പാർട്ടാണോ? ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഇപ്പൊ നോവലിന്റെ ഭാഗമാണ്, നോവലിന്റെ പ്രിഫേസ്, ആമുഖം. ഇതാണ് ഞാൻ പറയുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫിലോസഫിക്കൽ ടെക്സ്റ്റ് ആണ്. നമ്മൾ ഫിലോസഫിയെ വ്യാഖ്യാനം ചെയ്യുമ്പം ഓരോ സമയത്തും നമുക്ക് ചിലപ്പോൾ ഓരോ അഭിപ്രായം പറയേണ്ടി വരും. പിന്നെ കോണ്ടെക്സ്റ്റ് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, അല്ലേ? പണ്ട് സുപ്രീം കോടതിയിൽ കേസ് പോയപ്പോൾ ബെർബാറി യൂണിയൻ കേസ് എന്ന് പറയും, ഇന്ത്യയുടെ ചില ലാൻഡ് ബെർബാറി എന്ന് പറയുന്ന ഒരു സ്ഥലം പാകിസ്ഥാന് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന വലിയൊരു പ്രമാദമായ കേസാണ്. ഈ ബെർബാറി യൂണിയൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല എന്നാണ് സുപ്രീം കോടതി അന്ന് പറഞ്ഞത്. പക്ഷെ കേശവാനന്ദ ഭാരതി കേസിൽ അതേ സുപ്രീം കോടതി ഇത് മാറ്റി പറഞ്ഞു, പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്. ഇപ്പോഴത്തെ പ്രസന്റ് പൊസിഷൻ എന്താ? പ്രസന്റ് പൊസിഷൻ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണെന്നുള്ളത് തന്നെയാണ്. ബെർബാറി യൂണിയൻ കേസ് LDCയിൽ സഹിതം ചോദിച്ചതാണ്. സോ ഇറ്റ് ക്യാൻ അപ്പിയർ ഇൻ ഡിഗ്രി ലെവൽ എക്സാംസ് ആസ് വെൽ. അപ്പം പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ബെർബാറി യൂണിയൻ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിച്ച കേസ് ഏത്? അതാണ് ബെർബാറി യൂണിയൻ കേസ്. ആ ഒരു പ്രഖ്യാപനം സുപ്രീം കോടതി സ്വയം തിരുത്തുന്നുണ്ട്. അതാണ് കേശവാനന്ദ ഭാരതി കേസ്. ഇതിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്, ആമുഖം പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പ്രിയാമ്പിൾ എത്ര പ്രാവശ്യം അമെൻഡ് ചെയ്തു നോക്കിയുള്ളത് നമ്മുടെ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളൊന്ന് പറയാം. നമ്മുടെ പ്രിയാമ്പിൾ കഴിഞ്ഞിട്ട് എൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഉത്തരം നിങ്ങളൊന്ന് പറയാം. UPSC 2013 ചോദിച്ചൊരു ചോദ്യമാണ്. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതിന്റെ ഉത്തരം കമന്റ് സെക്ഷനിൽ പറയണം. നമ്മുടെ ക്ലാസ്സിന്റെ ബേസിസിൽ ഉത്തരം പറയാൻ പറ്റും. PSCയിൽ ഈ ചോദ്യം സ്ഥിരം ഒരു തീമാണ്, അല്ലെ? എക്കണോമിക് ജസ്റ്റിസ്, ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജക്റ്റീവ് ആണ്, അല്ലെ? പ്രിയാമ്പിൾ തന്നെ പറയുന്നുണ്ട് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഇത് എവിടെയാണ് കാണുന്നതെന്ന ചോദ്യം. എക്കണോമിക് ജസ്റ്റിസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിയാമ്പിൾ ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, B preamble and DPSP, C fundamental rights and DPSP, D none of the above. ഇത് എവിടെയാണ് പറയുന്നത്? യെസ്, നേരത്തെ തെറ്റ് പറഞ്ഞ ആൾക്കാർക്ക് കറക്റ്റ് ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർ ഇതിന്റെ ഉത്തരം കൃത്യമായിരുന്നു കമന്റ് സെക്ഷനിൽ പറയാം.
ഇപ്പൊ പ്രിയാമ്പിൾ എന്നൊരു സെക്ഷൻ നമ്മൾ അരച്ച് കലക്കി പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി എത്ര ഡിഫിക്കൽട്ട് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ? ടെലിഗ്രാം ഫാമിലി അംഗങ്ങളല്ലാത്ത ആൾക്കാർ ടെലിഗ്രാം ഫാമിലി അംഗമാകാൻ മറക്കണ്ട. കമന്റ് സെക്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.